ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആൻഡ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ സെന്റിമെന്റ്സ് എന്താണ്, ഒരു സൈഡ് വേസിനുള്ള സാധ്യത കൂടുതലാണെന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്, ഗ്യാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഡൗൺ സൈഡ് വരുന്നുണ്ട്, ഒരു ബുള്ളിഷ് മാർക്കറ്റിലുള്ള സാധ്യത കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കൂടെ തന്നെ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ പുതിയ ട്രേഡുകൾ പോകുന്നുള്ളൂ. ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ വ്യൂ ബുള്ളിഷ് ആയതുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഡൗൺ സൈഡ് വരുന്ന സമയത്ത് ബൈ ഓൺ ഡിപ്പ് എന്നുള്ള കൺസെപ്റ്റില് കോൺ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും, നിഫ്റ്റി, സെൻസെക്സ് തുടങ്ങി എല്ലാ ഇൻഡെക്സുകളും പക്ക സൈഡ് വൈസ് ആയിട്ട് തീർന്ന സമയത്ത് മിഡ് ക്യാപ്പ് മാത്രമാണ് 0.8% ഡൗൺ വന്നിട്ടുണ്ടായത്. 15 മിനിറ്റ് ക്യാൻഡില് നമ്മൾ സെൻസെക്സിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്ന് എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, അതേപോലെ എവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എന്നുള്ളത്. ഇന്നലത്തെ ഹൈഡ് അടുത്തുവരെ പോയി, അതിനുശേഷം ലോ ടെസ്റ്റ് ചെയ്തു, വീണ്ടും ചെയ്തു മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സൽ വന്ന് ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെ ക്ലോസ് ചെയ്തു എന്നതാണ്. സെൻസെക്സിൽ കാര്യമായിട്ട് ഒരു മൂവ്മെന്റും തരാതെ 0.04% എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു എന്നതാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ അതേ രീതിക്ക് തന്നെയാണ് മാർക്കറ്റ് നാളെയും ബിഹേവ് ചെയ്യുന്നത്. 81,235 മുകളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തെ റേഞ്ച് ബ്രേക്ക് ഔട്ട് തന്നാൽ മാത്രമേ ചെയ്തുള്ളൂ നമ്മൾ പുതിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, പുതിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് വന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് എന്ന് മേലേക്ക് പോയാൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ട്രേഡുകൾ കിട്ടും. താഴെ വരികയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ചെയ്യും മാർക്കറ്റ് ട്രേഡുകളൊന്നും ഇല്ലാതെ മാർക്കറ്റ് വാച്ച് ചെയ്യും എന്നുള്ളത് മാത്രമാണ്. അടുത്ത ദിവസങ്ങളും ഈ ഒരു ഏരിയയിൽ 81,235 മുതൽ 80,880 എന്നുള്ള ലെവലിൽ സെൻസെക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ട്രേഡ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആണ് എന്നുള്ളതാണ്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. സെയിം സിനാരിയോ അല്ലെ, സെയിം സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ട്രെൻഡ് ലൈൻ എന്താണോ ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തു എന്നല്ലാതെ സെൻസെക്സ് എന്താണോ ഫോം ചെയ്തത് അതേ സിനാരിയോയിലാണ് എന്ത് ചെയ്തത്, നിഫ്റ്റി മൂവ് ചെയ്തത്. അടുത്ത ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഏരിയ ബ്രേക്ക് ചെയ്യാതെ 24,855 അല്ലെങ്കിൽ 24,855 പുറത്ത് 24,865 എന്നുള്ള ലെവലിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ 24,855 മുകളിൽ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിംഗ് തന്നാൽ മാത്രം 24,956 വരേക്കുള്ള ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. വലിയ ഗ്യാപ്പ് ഇപ്പോൾ 25,000 അടുത്ത് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡൗൺ സൈഡ് ആയിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും എന്ത് ഉണ്ടാവുക, മാർക്കറ്റിൽ ഒരു കൂടുതൽ ബൈയിങ് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ വലിയ ഗ്യാപ്പ് പോലെ നമ്മൾ ആദ്യം ചെയ്യാം, വെയിറ്റ് ചെയ്യാം, മാറി താഴെ വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്ത് കയറുന്ന സമയത്ത് കോൾ സൈഡിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. 24,855 വന്നാൽ ഏറ്റവും നല്ലത്. കാരണം എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ ബ്രേക്ക് ഔട്ട് തന്നെ നമുക്ക് നല്ല എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇനി നിഫ്റ്റി ബാങ്കും ഇതേപോലെ തന്നെയാണ് ബിഹേവ് ചെയ്തുള്ളത്. നമ്മൾ പറഞ്ഞ 51,171 മുകളിൽ ബ്രേക്ക് ഔട്ട് ഒരു ക്യാൻഡിൽ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസിംഗിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, എൻട്രി ഉള്ളൂ. അതിന് താഴെ നമുക്ക് എൻട്രികൾ ഇല്ല എന്നതാണ്. നിഫ്റ്റി ബാങ്കിൽ ഡൗൺ സൈഡ് നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫിൻനിഫ്റ്റിയിലും ഏകദേശം സെയിം ആണ്. എല്ലാ സ്ക്രിപ്റ്റുകളിലും നമുക്ക് എന്താണ്, ഒരേ പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. ഫിൻനിഫ്റ്റി മിഡ് ക്യാപ്പ് നിഫ്റ്റി ബാങ്ക് ഒരേ പാറ്റേൺ ആണ്, അതേപോലെ നിഫ്റ്റി പാറ്റേൺ ആണ്, സെൻസെക്സ് ഒരേ പാറ്റേൺ ആണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല ഒരു എൻട്രി എന്ന് പറയുന്നത് എന്ത് വേണം, 23,300 മുകളിൽ മാർക്കറ്റിൽ ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇതിൽ ഒരു ചെറിയ ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, 23,283 എന്നുള്ള ലെവലിൽ ബ്രേക്ക് ഔട്ട് തന്നാൽ, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് തന്നാൽ റീടെസ്റ്റിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി എടുക്കാവുന്നതാണ്. ഡൗൺ സൈഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്ലാൻ ചെയ്യുന്നില്ല. ഒരു സിമെട്രിക് ട്രയാങ്കിൾ എന്നുള്ള ഫോർമേഷൻ ലെവലാണ് നിലവിൽ എന്ത് ചെയ്തത്, നിഫ്റ്റിയിൽ ക്യാൻഡിൽസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് മാർക്കറ്റിൽ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ പറയുന്നത്. ഇന്ന് സത്യത്തിൽ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം എൻ്റെ വ്യൂ എന്തായിരുന്നു, ഇന്ന് സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ട്രേഡ് ചെയ്യാതിരുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളും ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നാളേക്കുള്ള എന്റെ വ്യൂ ബുള്ളിഷ് ആയതുകൊണ്ട് കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ മാത്രമേ എഴുതിയുള്ളൂ നമ്മൾ എടുക്കുന്നുള്ളൂ. ഡൗൺ സൈഡ് വരുന്ന ട്രേഡുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നതാണ്. ഒരു ദിവസം ഡൗൺ സൈഡ് വന്നാൽ പോലും വെയിറ്റ് ചെയ്ത് കണ്ടിരിക്കുക എന്നതാണ്. അതിനുശേഷം ഡൗൺ സൈഡ് വരികയാണെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഡൗൺ സൈഡ് ട്രേഡുകൾ ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പോൾ സ്റ്റോക്കുകൾ പിന്നെ കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ എന്തുണ്ടായിരുന്നു, രാധിക ജോൾടെക് നമ്മുടെ കയ്യിൽ ഹോൾഡിംഗ് സ്റ്റോക്കാണ്. ഇന്നും 17% ഒരു റാലി തന്നിട്ടുണ്ട്. ഏകദേശം 100% റിട്ടേൺ, ഒരു 95% അടുത്ത റിട്ടേൺ 2 അല്ലെങ്കിൽ 2.5 മാസം കൊണ്ട് തന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.